നമസ്കാരം. ജൂലൈ മാസം 12-ാം തീയതി മുതൽ ജൂലൈ മാസം 18 വരെയുള്ള ഒരാഴ്ച ഈ 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. 16-ാം തീയതി സൂര്യൻ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു. മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗം. തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും കൂടുതൽ ധനം ലഭിക്കുന്നതിന് വേണ്ടി ഏറ്റവും ഊർജ്ജസ്വലമായി ജോലി ചെയ്യുകയും തങ്ങൾക്ക് അറിയാവുന്ന മേഖലകൾ, പ്രത്യേകിച്ച് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കൃത്യമായി അവരുടെ കർമ്മരംഗത്ത് ശോഭിക്കാൻ തക്കവണ്ണമുള്ള ചില കഴിവുകളുണ്ട്. ആ കഴിവുകൾ പ്രയോഗിക്കാൻ അവർക്ക് ഏറ്റവും നന്നായി അവസരം ലഭിക്കുന്ന ഒരു വാരം കൂടിയാണിത്. അത്തരം കാര്യങ്ങളിൽ അവർക്ക് കൂടുതൽ ശുഷ്കാന്തിയും ഊർജ്ജസ്വലതയും ഉണ്ടാവുകയും ധനം അവരുടെ കൈകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരും സഹോദരസ്ഥാനത്തുള്ളവരും അതുപോലെ ഈ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ അഭ്യുദയകാംക്ഷികളുമെല്ലാം തന്നെ ഇപ്പോൾ ഇവരുടെ സംരംഭങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ, ജോലികളിൽ ഇവരെ ആവുന്നത്ര സഹകരിക്കുകയും ഇവരോടാകുന്നത്ര സഹകരിക്കുകയും ഇവരെ സഹായിക്കുകയും ചെയ്യും. ധനപരമായ നേട്ടത്തിനു വേണ്ടി കർമ്മത്തിൽ കൂടുതൽ പ്രവർത്തിക്കാൻ തക്കവണ്ണമുള്ള സഹകരണമായിരിക്കും പലരും നൽകുക. എന്നാൽ ഈ ഒരു അവസരത്തിൽ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ പ്രത്യേകമായി ഓർക്കേണ്ടത്, ചിലപ്പോൾ സഹോദരസ്ഥാനത്തുള്ളവരോടോ അല്ലെങ്കിൽ ഇവരോട് സഹകരിക്കുന്ന അടുത്ത വ്യക്തികളോടോ ഇവർ ഇടപഴകുമ്പോൾ ചില കരാറുകൾ അല്ലെങ്കിൽ ചില നിബന്ധനകളൊക്കെ വയ്ക്കാൻ സാധ്യതയുണ്ട്. അത്തരം നിബന്ധനകളിൽ ഇവർ ഉപയോഗിക്കുന്ന വാക്കുകളും ഭാഷയുമൊക്കെ വളരെ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. ചില വലിയ ഗൗരവമല്ലാത്ത അബദ്ധങ്ങളോ അല്ലെങ്കിൽ ഗൗരവമല്ലാത്ത ചില അവസ്ഥകളോ ഇവർക്ക് ചില കരാറുകളിലും അതുപോലെ തന്നെ ധാരണാപത്രങ്ങളിലും ധനസംബന്ധമായ കാര്യങ്ങൾ ഒപ്പുവെക്കുന്നതിലുമൊക്കെ ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൃത്യതയോടുകൂടി, കാര്യക്ഷമതയോടുകൂടി, കാര്യഗൗരവത്തോടുകൂടി രണ്ടാമതൊരു തവണ പരിശോധിച്ചുകൊണ്ട് മാത്രമേ പ്രധാനപ്പെട്ട പല രേഖകളും ഇവർ കൈമാറാൻ ശ്രമിക്കാവൂ എന്ന് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് പ്രത്യേകമായി പറയുന്നു. ഇത് വലിയ ഗൗരവമുള്ള കാര്യമൊന്നും ആയിരിക്കുകയില്ല എങ്കിൽ പോലും ഭാവിയിൽ ധനപരമായ കാര്യത്തിന് വേണ്ടിയുള്ള കരാറുകൾക്കും ചില സംരംഭങ്ങൾക്ക് അടിസ്ഥാനപരമായി വേണ്ട ചില നിബന്ധനകൾക്കുമൊക്കെ ഒപ്പുവെക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോഴുമൊക്കെ അത്തരം കാര്യങ്ങൾ വാക്കുകളിലൂടെ നാം സമർപ്പിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്ന് മാത്രം മേടക്കൂറുകാരോട് പറയുന്നു. സഹോദരസ്ഥാനത്തുള്ളവർക്ക് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഇവരുടെ കൂട്ടുകാർക്ക്, ബന്ധുക്കൾക്ക് ത്വക്ക് സംബന്ധമായോ അലർജി സംബന്ധമായോ അസുഖമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിറഭേദങ്ങളുടെ അസുഖം എന്ന് വേണമെങ്കിൽ ത്വക്കിലെ അസുഖങ്ങളെ വിശേഷിപ്പിക്കാം. അതുകൊണ്ട് തന്നെ അവർക്ക് നേരത്തെ തന്നെ ഇത്തരം അസുഖങ്ങളുമായി ബന്ധമുള്ളവർ അവരുടെ ഈ ഒരു അവസ്ഥയിൽ അത് അല്പം വർദ്ധിക്കാനിടയുണ്ട്. കാര്യക്ഷമതയോടുകൂടി തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഇത്തരം ചില രോഗങ്ങൾ അപകർഷതാബോധം സൃഷ്ടിക്കും എന്നും കാണുന്നു. പ്രത്യേകിച്ചും ഇവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളിലും സുഹൃത്തുക്കളിലും സഹോദരസ്ഥാനത്തുള്ളവരിലും ഒക്കെ തന്നെ സ്ത്രീ സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് ഇത്തരം ചില അപകർഷതാബോധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ത്വക്ക് സംബന്ധമായ അസുഖങ്ങൾ, എന്തെങ്കിലും അലർജി അസുഖങ്ങളൊക്കെ വരുമ്പോൾ നേരാവണ്ണം അതിന് പരിശോധന ഏർപ്പാടാക്കുക എന്നതാണ് ഇവരോട് പറയാനുള്ളത്. ഏറ്റവും പുതിയ വാഹനം വാങ്ങുന്നതിനോ വീടിൻ്റെ മോശപ്പെട്ട അവസ്ഥകളൊക്കെ പരിഹരിക്കുന്നതിനോ അറ്റകുറ്റപ്പണി നടത്തുന്നതിനോ അല്ലെങ്കിൽ പുതിയ ഭവനം നിർമ്മിക്കുന്നതിനോ ആയ കാര്യങ്ങളിൽ ഇവർക്ക് ഇപ്പോൾ തീരുമാനമുണ്ടാകും. ഇവരുടെ ഏറ്റവും അടുത്ത ആശ്രിതർ, പ്രത്യേകിച്ചും മക്കളുടെ സ്ഥാനത്തുള്ളവർ, മരുമക്കൾ, ഇവരുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ സന്തോഷകരമായ വാർത്ത കേൾക്കാൻ സാധിക്കും. അവരിൽ നിന്ന് ധനസഹായമോ അല്ലെങ്കിൽ അവരുടെ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ഏറ്റെടുത്ത് നടത്തുകയോ ചെയ്യാം. മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ തൊഴിൽ സംബന്ധമായ ചില തർക്ക വിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എല്ലാവരുടെയും കാര്യമല്ല, എന്നാൽ ചില നക്ഷത്രക്കാർ, അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരിൽ ചിലർക്കെങ്കിലും അവരുടെ മുൻകാല പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും കേസോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കലഹമോ അഭിപ്രായ ഭിന്നതയോ ഉണ്ടെങ്കിൽ അതിന് തീർപ്പ് കൽപ്പിക്കാനുള്ളത് ഈ ആഴ്ചയുടെ ആദ്യ ദിവസത്തിന് ശേഷം തീരുമാനമാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതിൽ നിന്ന് ധനപരമായ നേട്ടം ഇവർക്ക് ഏകദേശം 2 ആഴ്ചകൾക്ക് ശേഷം മാത്രമേ ഉണ്ടാകൂ. ഈ ആഴ്ചയിൽ അത് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും. ഏറ്റവും അടുത്ത ഇവരുടെ നിയമ വിദഗ്ധരോ അല്ലെങ്കിൽ ആ മേഖലയിൽ ഇവരെ ഈ കാര്യത്തിൽ വളരെയധികം സഹായിക്കുമെന്നും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം നക്ഷത്രക്കാർക്ക് പ്രവർത്തിക്കുവാൻ ഒരു പ്രത്യേക ഉത്സാഹം ഈ ആഴ്ച ഉണ്ടാകുന്നതായി കാണുന്നു.
ആഴ്ചയുടെ ആദ്യ ദിവസത്തിന് ശേഷം വളരെ ഗുണകരമാണ്. പ്രത്യേകിച്ചും സഹോദര സ്ഥാനത്തുള്ളവർ, ബന്ധുക്കൾ, അടുത്ത സുഹൃത്തുക്കൾ ഇതൊക്കെ ഇവരെ സഹായിക്കുമെന്ന് കാണുന്നു. ആഴ്ചയുടെ അവസാന ദിവസവും ഒന്ന് ശ്രദ്ധിക്കണം. സന്താനങ്ങൾക്ക് ചെറിയ ദുരിതമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവരുടെ പഠന സംബന്ധമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ അവർക്ക് ഉദര സംബന്ധമായോ നയനം പേശികൾ സംബന്ധമായോ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചില യാത്രകൾ ചിലപ്പോൾ മുടങ്ങിപ്പോകാം. ഈ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്, അതായത് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അവരുടെ സന്താനങ്ങളുടെ ചില യാത്രകൾ, വിദ്യാഭ്യാസ സംബന്ധമായ യാത്രകളോ അല്ലെങ്കിൽ അവർക്ക് ഉദ്യോഗം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില യാത്രകളോ അത്തരം ചില അവസരങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾക്കോ ചിലപ്പോൾ ചെറിയൊരു മാറ്റം ഈ ആഴ്ചയുടെ അവസാന ദിവസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അശ്വതി, ഭരണി, കാർത്തിക, കാൽ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയുടെ അവസാന ദിവസം മാനസികമായി ചില വ്യഥകൾ, ദുഃഖമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലെങ്കിലും അത്തരം ചില അവസ്ഥകളിലൂടെ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ആ ദിവസങ്ങളിൽ, അതായത് അവസാന ദിവസങ്ങളിൽ ഇവർക്ക് മേലധികാരികളുമായി തർക്കമോ പിതാവുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും ദോഷമോ, അതായത് കലഹമോ, പിതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യത്തിൽ വിഷമമോ ഉണ്ടാവാം. ഏതായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 12 രാത്രി 7 കഴിഞ്ഞ് 13, 14 സന്ധ്യ വരെ താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളായി കാണുന്നു. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസം തന്നെ ഗുണകരമാണ്. പ്രത്യേകിച്ചും പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ പുതിയ നൂതനമായ ചില സംരംഭങ്ങൾ, നൂതനമായ ജോലി ഇതൊക്കെ ഇവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പ്രവർത്തനങ്ങളിൽ ഇവർ ഇപ്പോൾ കാഴ്ചവെക്കുന്ന ഇവരുടെ കഴിവ്, ഇവരുടെ ഈ പ്രവർത്തനക്ഷമത, പ്രവർത്തിക്കാനുള്ള അവരുടെ മനസ്സിൻ്റെ ശക്തിയും കഴിവും എല്ലാം തന്നെ ഇപ്പോൾ കൂടുതൽ വർദ്ധിക്കുന്നതായിട്ട് കാണാം. അന്യഭാഷയിലെ സ്വാധീനം ഇവരെ പലപ്പോഴും കൂടുതൽ മേഖലകളിലേക്ക്, വിജയങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. പുതിയ സൗഹാർദ്ദങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ പുതിയ ക്രയവിക്രയങ്ങൾ, പുതിയ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാകുന്നു. തങ്ങളുടെ ഓഫീസും അതുപോലെ തന്നെ തങ്ങളുടെ പ്രവർത്തന മണ്ഡലവും കുറച്ചുകൂടി സാങ്കേതികമായി ആധുനികവൽക്കരിക്കാൻ ഇവർക്ക് സാധിക്കുന്നതായി കാണുന്നു. പുതിയ വാഹനം വരാം. അതുപോലെ തന്നെ പ്രവർത്തന സ്ഥലങ്ങളിൽ ഇവർക്കുണ്ടായിരിക്കുന്ന ചില വിമർശനങ്ങൾ, ഇവർ അറിഞ്ഞോ അറിയാതെയോ ഇവരിലേക്ക് വരുന്ന ചില ആക്ഷേപങ്ങൾ, അതിനൊക്കെ തന്നെ പരിഹാരമുണ്ടാകുന്നു ആഴ്ചയുടെ ആദ്യ ദിവസത്തിൽ തന്നെ. ആദ്യ ദിവസത്തിൽ ഞായറാഴ്ചയാകുമ്പോൾ സ്വാഭാവികമായും സംശയം വരാം. എന്നാൽ ഈ അണിയറയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ പലതും ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലുമാണല്ലോ തീരുമാനിക്കപ്പെടുക. അത്തരം കാര്യങ്ങൾ ഇവർക്കെതിരെ ആരൊക്കെയാണോ സന്നാഹമൊരുക്കുന്നത് അവർക്ക് കുറച്ചുകൂടി ഒന്ന് ആലോചിക്കേണ്ടി വരുന്നതായിട്ടും അവർ അതുകൊണ്ട് തന്നെ തങ്ങളുടെ കർമ്മരംഗത്തു നിന്ന് പതുക്കെ, അതായത് ഈ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന കർമ്മങ്ങളിൽ നിന്ന് പതുക്കെ പുറകോട്ട് മാറുകയും ചെയ്യുന്നതായി കാണുന്നു. ആഴ്ചയുടെ തുടക്ക ദിവസത്തിൽ ഇവർക്ക് അതിൻ്റെ ഗുണമുണ്ട്. അത് കഴിഞ്ഞാൽ ആഴ്ചയുടെ രണ്ടാം പകുതി തുടങ്ങുമ്പോൾ മുതൽ ഇവർക്ക് വളരെ ഗുണകരമാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ സാഹചര്യങ്ങൾ, ഭൗതിക സാഹചര്യങ്ങൾ പ്രവർത്തന രംഗത്ത് വളരെ അനുകൂലമായി വരുന്നത് കൊണ്ടുണ്ടാകാവുന്ന ഒരു മാനസിക സന്തോഷം, അതുകൊണ്ട് അത് ജോലിയിൽ പ്രതിഫലിപ്പിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. തങ്ങളുടെ കർമ്മരംഗത്ത് കൂടുതൽ ആക്റ്റീവായി നിൽക്കാൻ ഇവർക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ധനപരമായ വരവും ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ കൂടുതലായി കാണുന്നു. അതുപോലെ സഹായിക്കാൻ സാധ്യതയുള്ള മറ്റു സഹപ്രവർത്തകർ, അതുപോലെ തന്നെ സംരംഭകർ, അതൊക്കെ ഇവരോട് കൂടുതൽ സമീപിക്കുന്നതായി, പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സമീപിക്കുന്നതായി കാണുന്നു. പ്രൊഫഷണൽ രംഗത്ത് ഇവർക്ക് കുറച്ചുകൂടി ഉയർച്ച ഉണ്ടാകുന്നതായും കാണുന്നുണ്ട്. തങ്ങളുടെ കഴിവ് ഏറ്റവും നന്നായി പ്രയോഗിക്കാൻ സാധിക്കുന്നത് ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ രണ്ടാം പകുതിയിലാണ് എന്ന് കാണാം. സഹോദര സ്ഥാനത്തുള്ളവർക്ക് ജലജന്യ രോഗങ്ങളുണ്ടാകാം. അതുപോലെ തന്നെ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും തങ്ങളുടെ അധ്വാനത്തിൻ്റെ ഭാരം വർദ്ധിക്കുകയാൽ ശരീരത്തിൻ്റെ ക്ഷതങ്ങളോ ദോഷാവസ്ഥകളോ വളരെ പരിഗണിക്കാതെ പോകുന്ന അവസ്ഥ വരികയും അതുകൊണ്ട് തന്നെ ചില അലർജി അസുഖങ്ങളോ വൈറൽ ഡിസീസോ ഇവരെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വിശ്രമവും അതുപോലെ മനസ്സിന് അല്പമെങ്കിലും സമാധാനം നൽകുന്ന ചില പ്രത്യേക അവസ്ഥകളിലും കൂടെ ഇവർ കടന്നു പോകേണ്ടതുണ്ട് ഈ ആഴ്ചയിൽ എന്ന് ഇടവക്കൂറുകാരോട് പ്രത്യേകമായി പറയുന്നു. ആഴ്ചയുടെ അവസാന ദിവസം ഇവരുടെ തറവാട്ട് വീട്ടിലേക്കോ അല്ലെങ്കിൽ മാതാവിൻ്റെ സന്നിധിയിലേക്കോ ഒക്കെ പോകും എന്ന് കാണുന്നുണ്ട്. അതിവർക്ക് മാനസികമായ സന്തോഷം നൽകുന്നതായും കാണുന്നു. പിതാവിന് ചെറിയ രോഗാവസ്ഥയുണ്ടാകാം. അതുപോലെ വാഹനം ഉപയോഗിക്കുമ്പോൾ അല്പം സൂക്ഷിക്കണം എന്നും കാണുന്നു. പ്രത്യേകിച്ചും ചൂട് കൂടിയ സ്ഥലത്തുകൂടി സഞ്ചരിക്കുമ്പോഴോ അല്ലെങ്കിൽ പൊതുവെ ഭൗതിക അന്തരീക്ഷം ചൂട് നിറഞ്ഞ സ്ഥലത്തുകൂടി സഞ്ചരിക്കുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ അടുക്കള, അതുപോലെ ഇലക്ട്രിസിറ്റിയുടെ പ്രധാനപ്പെട്ട സ്വിച്ച് ബോർഡുകളൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത്, അങ്ങനെയുള്ള ഭിത്തികളിലൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അപകടാവസ്ഥകൾ, ഇലക്ട്രിസിറ്റി ലീക്കേജോ ഒക്കെ വരാനുള്ള സാധ്യത ഈ ആഴ്ച
ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ ഭവനങ്ങളിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം മാതാവിന് പൊള്ളലേൽക്കാം, അതല്ലെങ്കിൽ ഈ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും പൊള്ളലേൽക്കാനോ ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തനങ്ങളിലെ തിടുക്കവും ചലനാത്മകതയും വേഗതയും ഒക്കെ തന്നെ അവരുടെ പ്രവർത്തന സംബന്ധമായ കാര്യങ്ങളിൽ വിജയം സമ്മാനിക്കുമെങ്കിലും ശാരീരിക ക്ഷതം ഉണ്ടാവാനുള്ള സാധ്യത മറക്കാതിരിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 12-ാം തീയതി രാത്രി 7 മണി വരെയും ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഗുണമാണ്. ശേഷം 14 സന്ധ്യ കഴിഞ്ഞ് 15, 16 രാത്രി 7:45 വരെയും ഗുണപരമായ അവസ്ഥയാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ 1/4 ഭാഗം. കർമ്മരംഗത്ത് ഇവർക്കുണ്ടായിരുന്ന തടസ്സങ്ങൾക്ക് മാറ്റമുണ്ടാവുകയും പൊതുവെ ഇവരുടെ പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടി ഔത്സുക്യം വർദ്ധിക്കുകയും ചെയ്യുമെന്ന് കഴിഞ്ഞയാഴ്ചയും പറഞ്ഞിരുന്നു. ഈ ആഴ്ചയും അത് തുടരാനുള്ള സാധ്യതയുണ്ട്. വീട്ടിൽ പുതിയ ഫർണിച്ചർ വാങ്ങാനും വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ, സൗന്ദര്യവത്കരണം ഇതൊക്കെ വർദ്ധിപ്പിക്കാനും ഇവർക്ക് സാധിക്കുന്നതായി കാണുന്നു. സ്വന്തം മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരിൽ സ്ത്രീകൾ അവരുടെ മുഖസൗന്ദര്യം വർദ്ധിക്കാനും പൊതുവെയുള്ള അവരുടെ ശാരീരിക ഭംഗി വർദ്ധിപ്പിക്കാനും ജിമ്മുകളിലുമൊക്കെ പോയി കൂടുതൽ സമയം അതിനുവേണ്ടി ചിലവഴിക്കാനും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ തങ്ങളുടെ പ്രവർത്തന രംഗത്ത് ഏറ്റവും ഇമ്പമേറിയ രീതിയിൽ ഏറ്റവും നന്നായി തിളക്കമാർന്നതായി ഇവർക്ക് ശോഭിക്കാൻ സാധിക്കുന്നതായും കാണുന്നു. കണ്ണുകൾക്ക് പ്രത്യേകതയുണ്ടാകുന്നതായി കാണുന്നു. അതുപോലെ തന്നെ ഈ മിഥുനക്കൂറിൽപ്പെട്ട പുരുഷന്മാർക്ക് അവർക്കും അവരുടെ ത്വക്ക് സംബന്ധമായി ഉണ്ടായിരുന്ന അസുഖങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരുന്നുണ്ട്. എന്നാൽ ചെറിയ തോതിലെങ്കിലും ചില അലർജി അസുഖങ്ങൾ, നേരത്തെ ഉണ്ടായിരുന്ന അസുഖങ്ങൾ വേണ്ടത്ര പരിഗണിക്കാതെ പോയതിൻ്റെ പരിണതഫലമായി ഉണ്ടാകുന്ന ചില ദുരവസ്ഥകളൊക്കെ ഉണ്ടാകാം. പൊതുവേ ഗുണകരമാണ്. അതുപോലെ പുതിയ സംരംഭങ്ങളിൽ ഇവർ ഏർപ്പെടുമ്പോഴും പുതിയ അത്തരം വ്യക്തികളുമായി സൗഹാർദ്ദത്തിൽ ഏർപ്പെടുമ്പോഴുമൊക്കെ ഒരു ശ്രദ്ധ വേണമെന്ന് തന്നെ ഇവരോട് പറയേണ്ടിയിരിക്കുന്നു. എല്ലാം കണ്ണ് അടച്ച് അങ്ങ് വിശ്വസിക്കുന്ന ഒരു പ്രകൃതി, ആ ഒരു അവസ്ഥ ഈ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് പൊതുവേ ഉണ്ടാവാം. എപ്പോഴും എല്ലാ കാര്യത്തിലും ശരിയാവുമോ, ഇവർ തനിക്ക് യോഗ്യരായ ആൾക്കാരാണോ തുടങ്ങിയ ഒരു 2ാം മനസ്സ് ഈ ബുധൻ്റെ മിഥുനം രാശിയിലുള്ളവർക്ക് പൊതുവേ വരാറുണ്ട്. മിഥുനം എന്ന് പറഞ്ഞാൽ തന്നെ ദ്വയം എന്നാണ്. അപ്പോൾ എല്ലാത്തിലും അവർക്കൊരു 2 മനസ്സുണ്ട്. പ്രത്യേകിച്ച് ആദ്യ ദിവസത്തിന് ശേഷം സാധ്യതയുണ്ട്. അതുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും അത് എഴുത്തിലൂടെ ആയാലും വാമൊഴിയായാലും വരമൊഴിയായാലും അതിനൊരു ജാഗ്രത വേണമെന്ന് പ്രത്യേകമായി പറയുന്നു. പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട ചില ഉടമ്പടികൾക്കോ കരാറുകൾക്കോ ഒക്കെ തയ്യാറാവുമ്പോൾ വാക്കുകൾ വേണമെങ്കിൽ അവർക്ക് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ അവർ അതിനെ മറ്റുള്ളവരിലേക്ക് പകർത്തി കൊടുക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് തങ്ങളുടെ വ്യക്തിത്വത്തെയും അതുപോലെ തന്നെ ജോലിയിലുള്ള കർമ്മത്തിലുള്ള അവസ്ഥയെയും ഒക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിലും ഈ പറഞ്ഞ അവസ്ഥകൾ ഉണ്ടാവാം. എത്രമാത്രം നമ്മളെ മനസ്സിലാക്കി എന്ന് നാം വിചാരിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ചില വാക്കുകൾ ആളുകൾ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ എടുക്കണമെന്നില്ല. അപ്പോൾ കുടുംബത്തിലെ അംഗങ്ങളിലും ഇതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചു കൊള്ളണം. എന്നാൽ പൊതുവേ ഇവർക്ക് ഈശ്വരാനുഗ്രഹം എല്ലായിടത്തും ഉള്ളതുകൊണ്ടും ജോലിസ്ഥലത്തും കുടുംബത്തിലും തങ്ങുന്ന ഇടങ്ങളിലുമൊക്കെ ഒരുതരം ഈശ്വരാധീനം ഇവരെ ഇപ്പോൾ സഹായിക്കുന്നത് കൊണ്ട് നാവിൽ നിന്ന് തെറ്റു വന്നാലും അത് പുറത്തേക്ക് വരുമ്പോൾ അതിലൊരു ഈശ്വരാനുഗ്രഹം വരുമെന്ന് പ്രത്യേകമായി ചിന്തിച്ചു കൊള്ളണം. ധനപരമായി ഉയർച്ച തന്നെയാണ് ഈ ആഴ്ചയും കാണുന്നത്. അതുപോലെ ചിലവും വർദ്ധിച്ചിരിക്കുമെന്ന് കാണുന്നു. പ്രത്യേകിച്ചും ഇവരുടെ അടുത്ത ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ സഹോദര സ്ഥാനത്തുള്ളവർക്കോ സഹോദരി സ്ഥാനത്തുള്ളവർക്കോ ഒക്കെ അപകട സാധ്യതകൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ രോഗാവസ്ഥകൾ ഉണ്ടാവുകയും അതിനുവേണ്ടി ആശുപത്രി പരിചരണം ഉൾപ്പെടെയുള്ള ആശുപത്രി ചിലവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർക്ക് വഹിക്കേണ്ടി വരുന്നതായും കാണുന്നു. അതുപോലെ വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണമെന്നും ഭാരമുള്ള വസ്തുക്കളും മൂർച്ചയുള്ള വസ്തുക്കളും ഇലക്ട്രിസിറ്റി തീ ഇതോടൊക്കെ പെരുമാറുമ്പോഴും മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് പ്രത്യേകമായ ശ്രദ്ധ വേണം എന്ന് പറയുന്നു. ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ചിലപ്പോൾ ഏറ്റവും അടുത്ത ബന്ധുക്കളുമായോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായോ വാക്കുതർക്കം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു വാക്കുപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണമെന്നും. എന്നാൽ കരാറുകൾ അതുപോലെ തന്നെ ഉടമ്പടികൾ സാമ്പത്തിക സംബന്ധമായ രേഖകൾ ഇതിലൊക്കെ തന്നെ സൈൻ ചെയ്യുമ്പോഴും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനം ഉറപ്പിക്കുമ്പോഴുമൊക്കെ ശ്രദ്ധിക്കണം. അതിൻ്റെ പേരിലും കലഹമുണ്ടാവാം ബന്ധുക്കളുമായി എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 12 രാത്രി 7 മണി കഴിഞ്ഞ് 13, 14 സന്ധ്യ വരെയും ശേഷം 15 രാത്രി 7:45 ശേഷം 17, 18 ദിവസങ്ങളും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളായി പരിഗണിക്കപ്പെടുന്നു.
കാണുന്നു. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം കുറച്ചുകൂടി അനുകൂലമായൊരു ആഴ്ചയാണിത്. പിതാവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ശാരീരികമായ അവശതകൾക്കും മാനസിക രോഗാവസ്ഥകൾക്കുമൊക്കെ മാറ്റം ഉണ്ടാകുന്നു, അത് കുറയുന്നു, അനുകൂലമായ അവസ്ഥകൾ അവർക്കുണ്ടാകുന്നു ആരോഗ്യ സംബന്ധമായി എന്ന് കാണുന്നു. അതുപോലെ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വിദേശ സംബന്ധമായ എന്തെങ്കിലും ജോലിയുടെ കാര്യത്തിലോ ഉപരിപഠനത്തിന് വേണ്ടി വിദേശത്തെ ആശ്രയിക്കുന്ന കാര്യത്തിലോ തടസ്സമുണ്ടായിരുന്നെങ്കിൽ ആ തടസ്സത്തിന് മാറ്റമുണ്ടാകുന്നു, അനുകൂലമായി കാര്യങ്ങൾ വരുന്നു. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യ ദിവസത്തിലും ആഴ്ചയുടെ രണ്ടാം പകുതി തുടങ്ങുന്ന സമയത്തും ഇതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ തീരുമാനമുണ്ടാകും. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ സ്വന്തം നാട്ടിലായാലും വിദേശത്തായാലും ഒരു വർധനവുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവർ കാലങ്ങളായി തന്നെ ഇവരുടെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ശ്രമിച്ചിരിക്കുകയും അതായത് പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യഥാർത്ഥ സമയത്ത് കിട്ടാതിരിക്കുകയും കിട്ടിയാൽ തന്നെ ആ സാമ്പത്തിക വർധനവ് ഇവരിലേക്ക് എത്താതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നതായി കാണുന്നു. ഒരുപക്ഷെ ഫയലുകളുടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമോ അല്ലെങ്കിൽ മേലധികാരികളുടെ ശ്രദ്ധക്കുറവോ അല്ലെങ്കിൽ ഇവരുടെ തന്നെ നിരന്തരമായ അന്വേഷണത്തിലുണ്ടാകുന്ന വീഴ്ചയോ ഒക്കെ ഇതിന് ബാധകമാകാം. ആ അവസ്ഥയ്ക്കൊക്കെ മാറ്റം വരുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ മാറ്റം വരുന്നതായും പുതിയ ചില ആനുകൂല്യങ്ങൾ ഇവർക്ക് വരുന്നതായുമായുള്ള സൂചനകൾ ഇവർക്ക് ആഴ്ചയുടെ രണ്ടാം പകുതി ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. പൊതുവെ ആശങ്കകളുടെ ഒരു ഇരിപ്പിടത്തിലാണ് എപ്പോഴും ഇവരുടെ ഇരിപ്പ്. നവംബർ മാസത്തോടു കൂടി അതിനൊരു മാറ്റം വരികയുള്ളൂ. എന്നാൽ ഇക്കുറി ഇവർക്ക് ഇത്തിരി ആശ്വാസമുണ്ട്. ഭാഗ്യസ്ഥാനത്ത് ശനിക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് ഇവരുടെ പൊതുവെയുള്ള ഭാഗ്യവും ജീവിത നിയോഗവും കുറച്ചുകൂടി വെളിച്ചമുള്ളതായി മാറുന്നു, ഈശ്വരാനുഗ്രഹമുള്ളതായി മാറുന്നു. അതുകൊണ്ട് വിദേശവുമായി ബന്ധപ്പെട്ട യാത്ര, വിദേശത്തുള്ള ജോലി, ഉപരിപഠന സംബന്ധമായ കാര്യങ്ങൾ, സന്താനങ്ങളുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും മംഗളകരവുമായ കാര്യങ്ങളിലൊക്കെ തന്നെ ഇവർക്ക് അനുകൂലമായ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു. സ്വന്തം മനസ്സിൽ കുറച്ചുകൂടി ഈശ്വരാധീനം കടന്നു വരികയും ഇരുട്ടിൻ്റെ ഒരവസ്ഥ, അതായത് മാനസികമായി ചില അന്ധത ഇവരിൽ ഉണ്ടായിരുന്നത് മാറുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് കർക്കിടകക്കൂറിന് എന്തായാലും സമാധാനം വരും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഈശ്വരാധീനം അതിൻ്റെ ഏറ്റവും നല്ല രൂപത്തിൽ ഇപ്പോൾ അവരിലുണ്ട്, പല തലങ്ങളിൽ അതുണ്ട്. അതുകൊണ്ട് ധനപരമായ നേട്ടം, ജോലിയിൽ ഉയർച്ച, തടസ്സങ്ങളിൽ നിന്ന് മോചനം, മാനസികമായ ആശങ്കകളിൽ നിന്ന് മുക്തി തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഇവർക്ക് ഇപ്പോൾ അനുഗ്രഹമാണ്. എന്നാൽ ത്വക്ക് സംബന്ധമായ അസുഖത്തിന് ഇപ്പോഴും ഒരു സാധ്യത കാണുന്നുണ്ട്. അത് കൃത്യമായി മറക്കാതിരിക്കുക. ഒന്നാമതേ ജലരാശിയാണ് കർക്കിടകം. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇവർക്ക് രോഗബാധിതരാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ചില ശാരീരികമായ കഫപ്രകൃതിയൊക്കെ ആണെങ്കിൽ അതിന് വർധനവുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. ഈ ആഴ്ചയിൽ കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 12 രാത്രി 7 മണി വരെയും ശേഷം 14 സന്ധ്യ കഴിഞ്ഞ് 15, 16 രാത്രി 7:45 വരെയും താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായി കാണുന്നു. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം. കർമ്മരംഗത്ത് ചൊവ്വ വളരെ ബലവാനായി നിൽക്കുന്നതുകൊണ്ട് തങ്ങളുടെ പ്രവർത്തന മേഖലയിലുണ്ടായിരുന്ന അധൈര്യം, അതായത് ധൈര്യമില്ലായ്മ, എന്തു ചെയ്യണമെന്നുള്ള ഭയം, മേലധികാരികൾ അല്ലെങ്കിൽ മറ്റുള്ള ചില ഫോഴ്സുകളുടെ ശക്തികളുടെ ഇടപെടൽ, അതൊക്കെ കൊണ്ട് പരിങ്ങി നിന്നിരുന്ന അവസ്ഥയ്ക്കൊരു മാറ്റമുണ്ടാകുന്നു. പൊതുവേ വളരെ തുറസായ ഒരു സ്വാതന്ത്ര്യ ബോധം അവരുടെ പ്രവർത്തന രംഗത്ത് ലഭ്യമായതായി ഈ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് മനസ്സിലാവുകയും അതിനനുസരിച്ച് തങ്ങളുടെ കർമ്മമേഖല കൂടുതൽ ശോഭനീയമാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയും ചെയ്യുന്നു. ഫലമായി സാമ്പത്തിക നേട്ടം കൃത്യമായി അവരിലേക്ക് വരുന്നുണ്ട്. സാമ്പത്തികം നേടുന്ന കാര്യത്തിൽ അവർക്ക് ഉണ്ടായിരുന്ന ചില അബദ്ധങ്ങൾ, അതായത് മുമ്പ് പ്രവർത്തിച്ചിരുന്ന വ്യക്തികളുമായി അല്ലെങ്കിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന വ്യക്തികളുമായോ അല്ലെങ്കിൽ ആ മേഖലയുമായോ ബന്ധപ്പെട്ടുണ്ടായിരുന്ന ചില അപര്യാപ്തതകൾ, ചില അറിവുകേടുകൾ, അതിനൊക്കെ മാറ്റം വരുന്നു. കുറച്ചുകൂടി അറിവുള്ള വ്യക്തികളെ, കുറച്ചുകൂടി ടെക്നിക്കലി ഉയർന്ന വ്യക്തികളെ തങ്ങളുടെ പ്രവർത്തന രംഗത്ത് നിയോഗിക്കാനും അവരുമായി കൂടുതൽ ഇടപഴകി പ്രൊഫഷണൽ രംഗം അല്ലെങ്കിൽ കർമ്മരംഗം കൂടുതൽ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നൊരവസ്ഥ ഈ ആഴ്ചയിൽ പ്രകടമാകുന്നുണ്ട്. പൊതുവേ അത്തരം കാര്യങ്ങളിൽ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കൊരു ജാഗ്രതയുണ്ട്. എന്നാൽ ചില ഈഗോ സ്വഭാവങ്ങൾ, അതായത് എല്ലാവരേക്കാളും മുകളിലാണ് തങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ തങ്ങൾക്കും അറിയാം എന്ന് അറിവില്ലെങ്കിലും വിചാരിക്കുന്ന ചില ധാർഷ്ട്യം, ചില അഭിനയം, അതൊക്കെ ഇവരെ പുറകോട്ട് വലിക്കും. അതുകൊണ്ട് തന്നെ ഇത്തവണ അല്ലെങ്കിൽ ഈ വാരത്തിൽ അവർക്ക് അത്തരം ചില മോശപ്പെട്ട അഹങ്കാരങ്ങൾ ഇല്ലാതെയാവുകയും
അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് വേണ്ട വ്യക്തികളോട് ഏറ്റവും നന്നായി ഇടപഴകി അവരെ മാക്സിമം തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പ്രയോജനപ്പെടുത്താനും ഇവർക്ക് സാധിക്കുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് കർമ്മരംഗത്തു നിന്ന് കൂടുതൽ വരുമാനം ആഴ്ചയുടെ ആദ്യ വാരത്തിൽ തന്നെ ആഴ്ചയുടെ ആദ്യ പകുതിയിൽ തന്നെ ഇവർക്ക് ലഭിക്കുന്നത്. ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ ഇവർ ചില തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുമെന്ന് കാണുന്നു. അല്ലെങ്കിൽ ഉടനെ ലാഭം കിട്ടാത്ത ചില പ്രധാന കർമ്മങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുമെന്നും കാണുന്നു. പണം കടമെടുത്തൊന്നും ആയിരിക്കില്ല ചെലവഴിക്കുന്നത്, അതിന് തക്കമുള്ള വരുമാനം ഇവർക്ക് വരുന്നുണ്ട്, അതിൽ നിന്ന് ചിലവഴിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് മക്കളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിനോ അല്ലെങ്കിൽ അവരുടെ വിവാഹ സംബന്ധമായ കാര്യത്തിനോ അതല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായി തങ്ങൾക്കോ മക്കൾക്കോ അല്ലെങ്കിൽ ആശ്രിതർക്കോ ബന്ധുക്കൾക്കോ സഹോദര സ്ഥാനത്തുള്ളവർക്കോ ഒക്കെ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതിനുവേണ്ടി പണം ചെലവഴിക്കുന്നതായും കാണുന്നു. വീട് നിർമ്മാണം, പുതിയ വാഹനം വാങ്ങൽ, അതുപോലെ വീട്ടാവശ്യങ്ങൾക്കുള്ള സാധനം, വസ്ത്രം ഉൾപ്പെടെയുള്ള ആഭരണങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങുന്നതായും കാണുന്നുണ്ട്. ഇതിനൊക്കെ പണം ചെലവഴിക്കേണ്ടി വരും എന്നുള്ളതാണ് ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഉടനെ ലാഭം കിട്ടാത്ത കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്ന അവസ്ഥ കാണുന്നത്. എന്നാൽ പൊതുവെ ഇവർക്ക് വരുമാന സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും തങ്ങൾക്കറിയാവുന്ന മേഖലകളിൽ തങ്ങൾക്കറിയാവുന്ന വിഷയങ്ങൾ ഏറ്റവും നന്നായി പ്രയോഗിക്കാൻ ഇവർക്ക് സാധിക്കുന്നതായി കാണുന്നു. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ കാര്യങ്ങളിലും അടിസ്ഥാനപരമായി ഇവർ ഉപയോഗിക്കുന്ന ഭാഷയും അത് എഴുത്തിലായാലും വാക്കിലായാലും അതിൽ അല്പം പോലും പിഴവ് പറ്റരുത് എന്ന ഒരു ശാഠ്യം ഇവർ ഈ ആഴ്ചയും എടുക്കണം. ചിലപ്പോൾ അതിൽ ചെറിയ ചില പാകപ്പിഴകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തൽക്കാലം അത് വളരെ ദോഷമായില്ലെങ്കിലും പിന്നീട് അതൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു തെളിവെടുപ്പിൻ്റെയൊക്കെ ആവശ്യത്തിന് വരികയാണെങ്കിൽ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് രണ്ടാമത് ഒരു ദോഷം തങ്ങൾക്ക് വരാതിരിക്കാൻ, തൽക്കാല സുഖത്തിന് വേണ്ടി രണ്ടാമതൊരു ദോഷം പിന്നീട് വരാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരല്പം ബുദ്ധിമുട്ട് എടുക്കുക. ഓരോ കാര്യവും 2 or 3 ആവർത്തി ചിന്തിച്ചതിന് ശേഷം ചെയ്യുക. പ്രത്യേകിച്ചും തങ്ങളുടെ കർമ്മരംഗത്ത് ജ്യേഷ്ഠ സഹോദരന്മാരുമായി കലഹമുണ്ടാകാനോ അവർക്ക് ശാരീരികമായ അവശതയുണ്ടാകാനോ ഉള്ള സാധ്യത ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 12, 13, 14 സന്ധ്യ വരെയും ശേഷം 16 രാത്രി 7:45 ശേഷം 17, 18 താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും പ്രധാനമായും ഗ്രഹങ്ങളൊക്കെ നല്ല സ്ഥലത്താണ് നിൽക്കുന്നത്, അനുകൂല സ്ഥലത്താണ് നിൽക്കുന്നത്. 7-ൽ കണ്ടകൻ നിൽക്കുന്നു. എന്നാൽ 9-ൽ അഷ്ടമാധിപൻ 9-ൽ വന്ന് നിൽക്കുന്നത് കൊണ്ട് ഭാഗ്യത്തിന് ഒരല്പം ദോഷാവസ്ഥയുണ്ട്. പക്ഷേ 11-ൽ ശുക്രനും വ്യാഴവും ഒരുമിച്ച് നിൽക്കുന്നു. 10-ൽ ബുധൻ നിൽക്കുന്നു. 10-ൽ ബുധൻ സ്വന്തം രാശിയിലാണ്. വക്രഗതിയാണെങ്കിലും സ്വന്തം രാശിയിൽ, കന്നി ലഗ്നക്കാരന് ജന്മലഗ്നാധിപൻ കൂടിയാണ് ബുധൻ. അങ്ങനെയുള്ള ബുധൻ 10-ൽ സഞ്ചരിക്കുമ്പോൾ വക്രഗതിയാണെങ്കിലും സ്വന്തം ക്ഷേത്രത്തിലാവുമ്പോൾ ഈ ദോഷവശങ്ങളുടെ ഗൗരവം ഒരല്പം കുറയും. 10ാം ഭാവം കർമ്മഭാവമായതിനാൽ ബുധൻ്റെ വക്രഗതി മോശപ്പെട്ട അവസ്ഥയിൽ അവരെ സ്വാധീനിക്കുന്നത് ഈ വിധത്തിലൊക്കെ ആവും. അതായത് ഒന്ന്, കരട് രേഖകളിലും തങ്ങളുടെ പ്രധാനപ്പെട്ട രേഖകളും അതുപോലെ തന്നെ കരാറുമൊക്കെ സമർപ്പിക്കുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ഭാഷ, അതിലിടുന്ന ഒപ്പ്, ധനപരമായ രേഖകളിൽ ഉപയോഗിക്കുന്ന ഭാഷയും ഒപ്പും ഇതൊക്കെ യാതൊരു വിധത്തിലും മറ്റൊരാൾക്ക് ചോർത്താനോ മറ്റൊരാൾക്ക് നാളെ തെറ്റാണെന്ന് കാണിക്കാനോ സാധിക്കാത്ത തരത്തിൽ കൃത്യതയോടുകൂടി ചെയ്യണമെന്നതാണ് ഏറ്റവും പ്രധാനം. പിന്നെ തങ്ങളുടെ മേഖലയിൽ, അതായത് കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിൽ ജീവിക്കാനുള്ള ഒരു കഴിവുണ്ട്. ആ കഴിവ് ഒന്നുകൂടി ഉരച്ചു നോക്കുക. ആ കഴിവിൽ എന്തെങ്കിലും കുറവുണ്ടാവുകയോ തങ്ങൾ ഒരു പ്രത്യേക ജോലിയിൽ ഏർപ്പെടുമ്പോൾ മുമ്പുണ്ടായിരുന്ന തരത്തിലുള്ള ഒരു സമക്ഷത, ഒരു പൂർണ്ണത അതിനുണ്ടാകാതെ പോവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ആത്മപരിശോധന നടത്തി തങ്ങളുടെ കർമ്മരംഗം കുറച്ചുകൂടി സജീവമാക്കുക. അതിന് തക്കവണ്ണമുള്ള ഒരു വർക്ക്ഷോപ്പ്, അതിന് തക്കവണ്ണമുള്ള ഒരു ട്രെയിനിങ് സ്വയം എപ്പോഴും ശീലിക്കണം കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ. ചില ഉടമ്പടികൾ ഇവർ തന്നെ തെറ്റായി ധരിക്കുന്നതാവില്ല. ചിലപ്പോൾ ഇവരാൽ അല്ലെങ്കിൽ ഇവരിലേക്ക് വരുന്നതും മറ്റൊരു തെറ്റിദ്ധാരണയുടെ പുറത്താകാം. മറ്റുള്ളവർ ഇവരെ കബളിപ്പിക്കാം, അതിനും സാധ്യതയുണ്ട്. അപ്പോൾ സ്വയം ചെയ്യുന്ന കർമ്മം മാത്രമല്ല പുനരാവർത്തി വായിക്കേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടത്. തങ്ങളിലേക്ക് വരുന്ന കർമ്മത്തിൽ, തങ്ങളിലേക്ക് വരുന്ന സംരംഭത്തിലുമൊക്കെ തന്നെ അത് ശരിയായ വസ്തുതയാണോ ശരിയായ കരാറാണോ എന്ന് കൃത്യമായി അറിയാനുള്ള ഒരു ശ്രമം, വീണ്ടും ആവർത്തിച്ച് വായിച്ച് ശരിയാണോ എന്നറിയാനുള്ള ഒരു ശ്രമം കന്നിക്കൂറുകാർ നടത്തണം എന്ന് പറയുന്നു ഈ ആഴ്ചയിൽ.
ധനപരമായ വരവ് ഇവർക്കുണ്ട്. ആഴ്ചയുടെ തുടക്ക ദിവസം പിതാവിന് ശാരീരികമായ അവശത കാണുന്നു. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നത് ആഴ്ചയുടെ തുടക്ക ദിവസം ചിലപ്പോൾ നടക്കാതെ പോകാം. ശേഷമുള്ള ദിവസങ്ങൾ കൂടുതൽ ആക്റ്റീവായി കാണുന്നു. ശേഷമുള്ള ദിവസങ്ങൾ അവസാന 2 ദിവസങ്ങൾ ഒഴിച്ചാൽ ബാക്കിയുള്ളതൊക്കെ, അതായത് തുടക്ക ദിവസവും അവസാനത്തെ 1.5-2 ദിവസവും ഒഴിച്ചാൽ ബാക്കി ഈ ആഴ്ചയിലെ ദിവസങ്ങൾ വളരെ ഗുണകരമാണ് കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. പ്രത്യേകിച്ചും പ്രവർത്തന സംബന്ധമായും പ്രവർത്തനങ്ങളിൽ അവർ ഉപയോഗിക്കുന്ന അവരുടെ കഴിവുമൊക്കെ തന്നെ വളരെ പോസിറ്റീവായി, അതായത് കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ അവരുടെ പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കുന്ന അവരുടെ കഴിവുമെല്ലാം തന്നെ വളരെ പ്രയോജനകരമായ രീതിയിൽ അനുകൂലമായി മാറുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ വരുമാനത്തിൻ്റെ കാര്യത്തിലും വർധനവുണ്ടാകുന്നു. ഒരുപക്ഷേ കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന ധനപരമായ നേട്ടം ഇവർക്ക് ഈ ആഴ്ചയിൽ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. ഇതിനു മുമ്പുള്ള ആഴ്ചകളിലുമൊക്കെ അത് ഉണ്ടായിട്ടുണ്ടാവും, എന്നാലും ഈ ആഴ്ചയിൽ അത് പ്രകടമായി ഗുണം ചെയ്യുന്നുവെന്ന് കാണുന്നു. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ സാമ്പത്തികമായി അധിക ചെലവിൻ്റെ ദിവസമാണ്. പ്രത്യേകിച്ചും പിതാവിൻ്റെ രോഗാവസ്ഥയ്ക്കോ അല്ലെങ്കിൽ തങ്ങളുടെ മേലധികാരികളുമായി ഉണ്ടായ ചില അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ ചില കാര്യങ്ങൾ അല്പം താമസിക്കുന്നതും മൂലമുണ്ടാകുന്ന സാമ്പത്തികമായ ചില മാറ്റങ്ങളോ, അതായത് ഇന്ന് കിട്ടേണ്ടത് നാളെ എന്നുള്ള അവസ്ഥയിൽ ചിലപ്പോൾ കടമെടുത്തൊക്കെ ആവാം ഇവർ ഒരു പ്രയോഗത്തിൽ ഒരു കർമ്മത്തിൽ അവർ അത് ഉപയോഗിക്കുന്നത്. അത്തരം അവസ്ഥയിൽ അവർക്ക് ആ പണത്തിന് കൃത്യമായി പലിശ ഉൾപ്പെടെയുള്ള കടം തിരിച്ചടയ്ക്കേണ്ടതുകൊണ്ട് കൃത്യമായ വരവ് ഇങ്ങോട്ട് വരാത്തതുകൊണ്ട് അതിന് വലിയ ദോഷമുണ്ടാകാം. മേലധികാരികളുമായി വളരെ അനുകൂലമായി സംസാരിച്ച് സൗമ്യതയോടുകൂടി വേണം ഓരോ കാര്യത്തിനും പോകാൻ. ഞാൻ നേരത്തെ പറഞ്ഞു, തെറ്റിദ്ധരിക്കപ്പെടാം കർമ്മരംഗത്ത് ഇവരുടെ വാക്കുകളും പ്രവർത്തനങ്ങളും എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി വളരെ സൂക്ഷിച്ച് ഓരോ വാക്കും പ്രയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ മേലധികാരികളുമായുള്ള തർക്കമൊന്നും അവസാന ദിവസങ്ങളിൽ ഉണ്ടാകുകയില്ല. അതുവഴി ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടവും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ അവസാന ദിവസങ്ങളിൽ സാമ്പത്തികം കൂടുതലായി ചെലവഴിക്കേണ്ടി വരും എന്നതിൻ്റെ അർത്ഥം നിലവിൽ കിട്ടിക്കൊണ്ടിരുന്ന ധനത്തിന് കുറവുണ്ടാകാം. അങ്ങനെ വരുമ്പോഴും ചിലവ് വർദ്ധിച്ചതായി നമുക്ക് കണക്കാക്കാമല്ലോ. അതുകൊണ്ട് നിലവിലുള്ള സാമ്പത്തിക വരുമാനത്തിന് കുറവ് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അതിന് കാരണമായ കർമ്മരംഗത്തെ പിഴവുകൾ ഇവർ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കണമെന്നാണ് പറയുന്നത്. ത്രോട്ട് സംബന്ധമായോ തലയ്ക്കോ എന്തെങ്കിലും തരത്തിലുള്ള നീർവീഴ്ചയുടെ ഫലമായി ഉണ്ടാകുന്ന ഇൻഫെക്ഷനോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത ഈ ആഴ്ചയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പിതാവിന് ആരോഗ്യ സംബന്ധമായോ പേശി സംബന്ധമായോ ചില ഓപ്പറേഷനൊക്കെ വേണ്ടിവരുമെന്ന് കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 12 രാത്രി 7 മണി കഴിഞ്ഞ് 13, 14, 15, 16-ാം തീയതി രാത്രി 7:45 വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ 1/4 ഭാഗം. പ്രവർത്തന രംഗത്ത് ഇവർക്കുണ്ടായിരുന്ന കുറവുകൾക്കൊക്കെ ഇപ്പോഴും പരിഹാരം കൃത്യമായി നടക്കുന്നു. വരുമാനത്തിൽ വർധനവ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിലുണ്ടാകുന്ന പാകപ്പിഴകൾക്കൊക്കെ പരിഹാരം അതെല്ലാം കാണുന്നുണ്ട്. എന്നാൽ ഈ പ്രവർത്തിക്കുന്ന ആ ഒരു അവസ്ഥയ്ക്ക് അതിനൊരു ചെറിയ മാറ്റം വരുന്നതായി കാണുന്നു. നാളിതുവരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആ ഒരു ഗതിക്ക് ഒരു ചെറിയ മാറ്റം വരുന്നതായി കാണുന്നുണ്ട് ഈ ആഴ്ചയുടെ 2ാം പകുതിയിൽ. അത് പ്രധാനമായും അതിന് തക്കവണ്ണം ബുദ്ധിശക്തിയോ അതിന് തക്കവണ്ണം ശക്തമായ സാങ്കേതിക ജ്ഞാനമുള്ളവരോ ഒക്കെ ഇവരെ സഹായിക്കുന്നതായി കാണുന്നു. അധികാരസ്ഥാനത്തുള്ളവരും സഹായിക്കുന്നതായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ കർമ്മരംഗത്ത് ഇവരുടെ ആചാര്യസ്ഥാനത്തുള്ളവർ, പ്രത്യേകിച്ചും ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിലൊക്കെ നിയന്ത്രണമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മേൽക്കോയ്മയോ ഉള്ള വ്യക്തികൾ, സ്വാധീനമുള്ള വ്യക്തികൾ ഇവരെ സഹായിക്കുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ കർമ്മരംഗത്ത് ഇവർക്കൊരു തോൽവി ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കഴിഞ്ഞ കുറേ കാലത്തേക്ക് ശേഷം ഇവർക്ക് കടബാധ്യതയിൽ നിന്ന് മോചനമുണ്ടാകാനും പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകാനും അങ്ങനെ ധനപരമായി നേട്ടമുണ്ടാകാനും തുലാക്കൂറിന് സാധിക്കുന്നതായി കാണുന്നു. മംഗളകർമ്മങ്ങൾ ആ വീട്ടിൽ നടക്കുമെന്ന് കാണുന്നു. ഏതെങ്കിലുമൊക്കെ കാരണവശാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ ഇവരുടെ കുടുംബത്തിലുണ്ടായിരുന്ന ചില പ്രക്ഷുബ്ധാവസ്ഥ അല്ലെങ്കിൽ അശാന്തിയുടെ ഒരവസ്ഥ, അതിനൊരു മാറ്റമുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. ഈ ആഴ്ചയും അത് തുടരുന്നു. ഈ ആഴ്ചയിൽ അതിന് വേറെ ചില തലങ്ങൾ കൂടി വരുന്നുണ്ട്. അടുത്ത തലമുറ, സന്താനങ്ങളുടെ സ്ഥാനത്തുള്ളവർ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി അവരുടെ കർമ്മരംഗത്ത് തങ്ങളുടെ ശക്തി അറിയിക്കുകയാണ്. അത് മാതാപിതാക്കളുടെ അല്ലെങ്കിൽ മുമ്പ് പ്രവർത്തിച്ചിരുന്നവരുടെ കർമ്മങ്ങളിൽ ഉണ്ടായിരുന്ന ദോഷങ്ങൾ സ്നേഹപൂർവ്വം അതിനെ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ മാറ്റുന്നു എന്ന് അവരോട് വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് പുതിയ ചില രീതികൾ അപ്ലൈ ചെയ്യുവാൻ അവർ തീരുമാനിക്കുന്നു. അത്തരം കാര്യങ്ങളിൽ അവർക്ക് വളരെ മുന്നേറ്റമുണ്ടാകുന്നതായും കാണുന്നു.
വിദ്യാഭ്യാസത്തിൻ്റെയും പുതിയ അനുഭവങ്ങളുടെയും സാങ്കേതിക കൂട്ടായ്മയുടെയും ഒക്കെ ഫലമായി ഉണ്ടാകാവുന്ന ചില വിജയങ്ങൾ കർമ്മരംഗത്ത് ഉണ്ടാകാൻ പോകുന്നതായി, പ്രത്യേകിച്ചും ആഴ്ചയുടെ രണ്ടാം പകുതി അതിൻ്റെ ഒരു പോസിറ്റീവായ മുന്നറിയിപ്പ്, അതായത് വളരെ സന്തോഷകരമായ ഒരു മുന്നറിവ് ഇവർക്കുണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. ശാരീരികമായി വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുമ്പോഴും ഉയരങ്ങളിൽ നിന്ന് താഴോട്ടിറങ്ങുമ്പോഴും അതുപോലെ പടികൾ കയറി ഉയരങ്ങളിലോട്ട് പോകുമ്പോഴും അതുപോലെ ഭാരമുള്ള വസ്തുക്കളോ മൂർച്ചയുള്ള ആയുധങ്ങൾ പോലെയുള്ള വസ്തുക്കളോ ഉപയോഗിക്കുമ്പോഴും തീയോടും ഇലക്ട്രിസിറ്റിയോടും പെരുമാറുമ്പോഴുമൊക്കെ വല്ലാത്തൊരു ശ്രദ്ധ ഇവർ പരിപാലിക്കേണ്ടതുണ്ട്. ആബ്സെൻറ്റ് മൈൻഡഡ് ആയിട്ടായിരിക്കും പലരും പല കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ ദിവസവും ചെയ്തുണ്ടാകാവുന്ന നിത്യാഭ്യാസി ആനയെ എടുക്കുമെന്ന മട്ടിലുള്ള ഒരറിവ് ഇവർക്കുണ്ടാവാം. പക്ഷേ ഒരു ആക്സിഡൻ്റ് അല്ലെങ്കിൽ അപകടം, കാലദോഷം, നമ്മളുടെ ഗ്രഹനിലകളിലുള്ള ദോഷം ഒക്കെ ആയിരിക്കാം അതിന് കാരണം. അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഒരു ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് ഇത്തരം മുന്നറിയിപ്പുകൾ കിട്ടുമ്പോൾ ഒരു ശ്രദ്ധയുണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 14 സന്ധ്യയ്ക്ക് ശേഷം, അതായത് ആഴ്ചയുടെ രണ്ടാം പകുതി 14 സന്ധ്യയ്ക്ക് ശേഷം 15, 16, 17, 18 ദിവസങ്ങൾ താരതമ്യേന ഭേദപ്പെട്ടതാണ്. 16-ന് ശേഷം മേലധികാരികളോട് ഇടപഴകുമ്പോഴും പിതാവിൻ്റെ കാര്യത്തിലും വീട്ടിലെ കാരണവസ്ഥാനത്തുള്ളവർക്കും അല്പം ശാരീരികമായ അവശതയോ അവരെ ഓർത്തുള്ള വൈഷമ്യങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ. ആഴ്ചയുടെ തുടക്ക ദിവസം ഇവർക്ക് മംഗളകരമായ ചില കർമ്മങ്ങളിൽ പങ്കുകൊള്ളുവാനും അതുപോലെ തന്നെ തങ്ങളുടെ ജീവിതത്തിൽ മംഗളകരമായ ചില കാര്യങ്ങൾ ഉണ്ടാകാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ആഴ്ചയുടെ അവസാന ദിവസങ്ങളാണ് ഇവർക്ക് കൂടുതൽ ഗുണകരം. അത് തീർത്തും അവരുടെ കർമ്മരംഗവുമായി ബന്ധപ്പെട്ടതാണ്. യാത്ര പുതിയ ചില മാനങ്ങളിലേക്ക് ഇവരെ നയിക്കും. അതായത് വിദേശവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സ്വന്തം ദേശത്തോ പുതിയ ചില സംരംഭങ്ങൾ തുടങ്ങുവാൻ തക്കവണ്ണമുള്ള ചില യാത്രകളായിരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത്. അത്തരം യാത്രകൾ അതിൻ്റെ ലക്ഷ്യത്തെ കാണുന്നു, അതിൻ്റെ ലക്ഷ്യത്തെ സാധിക്കുന്നു എന്ന് വേണം ചിന്തിക്കാൻ. അതുപോലെ മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളും എന്ന് പറഞ്ഞു. ചിലപ്പോൾ ഈ നക്ഷത്രക്കാരുടെ വിവാഹമാകാം, അതല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർ തങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചില സംരംഭങ്ങളിൽ ഉണ്ടാകാവുന്ന വിജയമാവാം, സുഹൃത്തുക്കളുടെ വിവാഹമാകാം. അതൊന്നുമല്ലെങ്കിൽ തങ്ങൾക്ക് അറിയാവുന്ന മേഖലകളിൽ നിന്ന് ഉണ്ടാകാവുന്ന ചില വിജയത്തിൻ്റെ ഫലമായി അവർ പുതുതായി തുടങ്ങുന്ന ചില സൗഹാർദ്ദങ്ങളോ ചില പ്രണയബന്ധങ്ങളോ അതൊക്കെ ആവാം ഇതിന് കാരണം. എന്തായാലും അത് ഗുണകരമാണ്. പഴയ ചില ഇവരെ ഏതെങ്കിലും വിധത്തിൽ നോവിച്ചുകൊണ്ടിരുന്ന, അതുപോലെ ഇവരെ ഏതെങ്കിലും തരത്തിൽ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ചില ബന്ധങ്ങൾക്കും സൗഹാർദ്ദങ്ങൾക്കുമൊക്കെ അറുതി വരികയാണ്. പുതിയ മനസ്സിന് സമാധാനം ലഭിക്കുന്ന ചില നേട്ടങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നു. ആഴ്ചയുടെ ആദ്യ ദിവസങ്ങൾക്ക് ശേഷം ഓർക്കാപ്പുറത്ത് ഇവർക്ക് ചില ശാരീരികമായ അവശതകൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് എല്ല് സംബന്ധമായോ അല്ലെങ്കിൽ നട്ടെല്ല് സംബന്ധമായോ മൂലാധാര വസ്തിപ്രദേശത്ത് എവിടെയെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ വളരെ അപ്രതീക്ഷിതമായി വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ധനപരമായ നേട്ടമുണ്ടാവാം. ചിലപ്പോൾ ലോട്ടറി അടിക്കുന്നതാവാം, അതല്ലെങ്കിൽ ആരെങ്കിലും ഇവർക്ക് കുറേ അധികം തുക അവരുടെ ആവശ്യത്തിനായി കൊടുക്കുന്നതാകാം. നേരത്തെ ചോദിച്ചിരുന്നത് കിട്ടാത്തതുകൊണ്ട് മറന്ന അവസ്ഥയിൽ എത്തിയത് കിട്ടുന്നതുമാവാം. ഏതായാലും ധനപരമായൊരു നേട്ടം അപ്രതീക്ഷിതമായി ഇവരിലേക്ക് കടന്നു വരുന്നുണ്ട്. മാതാവിൻ്റെ സംഭ്രമാവസ്ഥകൾക്ക് ഇപ്പോഴും കുറവ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിലൊരു ശ്രദ്ധ വേണം. അതുപോലെ വാഹനം ഓടിക്കുമ്പോഴും വീട്ടിനകത്തിരിക്കുമ്പോഴുമൊക്കെ അണുബാധയുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വാഹനത്തിനുള്ളിലിരിക്കുമ്പോഴും അണുബാധയുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കർമ്മരംഗത്ത് പുതിയ ചില മാനങ്ങൾ വരുന്നുവെന്ന് ഞാൻ പറഞ്ഞു. അത്തരം ആശയങ്ങൾ വളരെ തീക്ഷ്ണ ബുദ്ധിയുടെ ഫലമായി ഉണ്ടാകുന്നതാണ്. ഭാവിയിൽ ഗുണം ചെയ്യുന്ന അത്തരം കാര്യങ്ങളിൽ നിന്ന് ഭാവിയിൽ ഗുണം ചെയ്യുന്ന അത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഇവർക്ക് അനുകൂലമായി തുടങ്ങുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഇവർക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ വാർത്ത കേൾക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 12 രാത്രി 7 മണി വരെയും ശേഷം 16-ാം തീയതി രാത്രി 7:45 ശേഷം 17-ഉം 18-ഉം താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗം. കഴിഞ്ഞ കുറേ കാലമായി ശത്രു എന്ന മട്ടിലോ അല്ലെങ്കിൽ ദുരിതങ്ങൾ എന്ന മട്ടിലോ തങ്ങളെ പിന്തുടർന്നുകൊണ്ടിരുന്ന ചില കാര്യങ്ങളിൽ നിന്ന് ഇവർക്ക് മോചനം ലഭിക്കുന്നതായി തോന്നുന്നുണ്ട്, പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യ പകുതിയിൽ തന്നെ. അപ്പോൾ തങ്ങളെ ദുരിതപ്പെടുത്തിയിരുന്ന ഒരവസ്ഥ, അത് പ്രവർത്തന രംഗത്താവാം, സ്വന്തം വീട്ടിലാവാം, അല്ലെങ്കിൽ ഇടപെടുന്ന സമൂഹത്തിലാവാം.
ആ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നു. ദാമ്പത്യത്തിൽ കുറച്ചുകൂടി ഒരു മാറ്റം, കല്ലുകടിയൊക്കെ മാറുന്നതായി കാണുന്നു. അതുപോലെ ഇടപെടുന്ന സ്ഥലങ്ങളിൽ ശത്രുതാ മനോഭാവത്തോടു കൂടി തങ്ങളെ എതിരിട്ടവർക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നതായി കാണുന്നു. അതുപോലെ തന്നെ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വ്യാധി, ഒരുപക്ഷെ കുടുംബത്തിലും ജോലിസ്ഥലത്തും പൊതുവെ ഇടപെടുന്ന സ്ഥലങ്ങളിലുമൊക്കെ ഉണ്ടാകുന്ന ഈ പ്രതികൂലമായ അവസ്ഥകൾ കാരണമുള്ള ടെൻഷൻ കാരണം, പിരിമുറുക്കം കാരണം മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ചില രോഗാവസ്ഥകൾ ഉണ്ടാവാം. അത്തരം രോഗാവസ്ഥകളിൽ നിന്ന് ഇവർക്ക് മുക്തി ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്, പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യ പകുതിയിൽ. ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ വിദേശത്തു നിന്നോ, അല്ലെങ്കിൽ വിദേശത്താണെങ്കിൽ സ്വന്തം നാട്ടിൽ നിന്നോ, നാട്ടിലാണെങ്കിൽ വിദേശത്തു നിന്നോ, അതായത് വളരെ അകലെ നിന്ന് ഇവർക്ക് ചില സഹായങ്ങൾ, സാമ്പത്തികമായ സഹായമോ അല്ലെങ്കിൽ സാങ്കേതികമായ സഹായമോ ആവാം ഇവർക്കുണ്ടാകുന്നതായി കാണുന്നു. ചില അദൃശ്യ കരങ്ങൾ, ഒരുപക്ഷേ ഈശ്വരൻ്റെ സഹായമാവാം, ഇവരെ അനുഗ്രഹിക്കുന്നതായി കാണുന്നുണ്ട്. വളരെ പെട്ടെന്നായിരിക്കും ഇവർ നേരിട്ട് കൊണ്ടിരുന്ന വിഷമസന്ധികളെ ഇവർക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. വളരെ പെട്ടെന്നായിരിക്കും ഇവരുടെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ചില വലിയ തടസ്സങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നത്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ഇവർക്കോ അല്ലെങ്കിൽ ഇവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന വ്യക്തികൾക്കോ അറിയാൻ സാധിക്കുന്നില്ല. പൊടുന്നനെ ഒരു ദിവസം അവർക്ക് മനസ്സ് മാറ്റാൻ തോന്നുന്നു, അങ്ങനെ തടസ്സങ്ങൾ മാറുന്നു. പൊതുവെ കുറച്ചുകൂടി സന്തോഷകരമായ ഒരു പാത ഇവരുടെ മുന്നിൽ തുറന്നു കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. ധനപരമായ നേട്ടവും ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ, അതായത് 14-ാം തീയതിക്ക് ശേഷം ഇവർക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായി കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ലോട്ടറി അടിക്കുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മാധ്യമ പ്രവർത്തനങ്ങളിൽ, അത് മധ്യസ്ഥം നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഇവർക്ക് ധനം വരാനോ, അതുമല്ലെങ്കിൽ തങ്ങൾക്ക് ഓഹരി വിഹിതമോ സ്വന്തം നാട്ടിൽ തറവാട് വിഭജിക്കുന്നതിൻ്റെ ഭാഗമായി കിട്ടാനുള്ള പണം കിട്ടാതിരുന്നത് കിട്ടുകയോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ പണ്ട് ഡ്യൂ ആയിരുന്ന പണം ഇപ്പം ഇവർക്ക് വരികയോ ചെയ്യുന്നതാവാം. എന്തായാലും സാമ്പത്തികമായാലും സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിലായാലും പ്രതികൂല സാഹചര്യങ്ങൾ മാറി അനുകൂല സാഹചര്യമാകുന്നതിൻ്റെ കാര്യത്തിലായാലും ഇവർക്ക് ഗുണകരമായൊരു കാലമാണ് കാണുന്നത്, പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യ പകുതിയിൽ. വയറിന്, അതായത് ഉദരസംബന്ധമായി ശസ്ത്രക്രിയയോ മറ്റെന്തെങ്കിലും രോഗാവസ്ഥകളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 12-ാം തീയതി രാത്രി 7 മണി വരെ, 12-ാം തീയതിയും 13, 14 സന്ധ്യ വരെയും ഇവർക്ക് താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളായിട്ടാണ് കാണുന്നത്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രധാനം, ആദ്യ ദിവസം തങ്ങളുടെ ദൗർഭാഗ്യങ്ങളുടെ ചില കണക്കിൽ ചിലപ്പോൾ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ ആദ്യ ദിവസം പ്രവർത്തനരഹിതമാവുകയും ചെയ്യാനൊരു സാധ്യത കാണുന്നുണ്ട്. അവധി ദിവസമായതിനാൽ പ്രവർത്തിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. തങ്ങൾക്ക് ജോലിയുടെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങളോ അല്ലെങ്കിൽ ജോലിക്ക് സമാന്തരമായി ധനാഗമനത്തിന് വേണ്ടി ചെയ്യുന്ന സമാന്തരമായ പ്രവൃത്തികൾക്കോ വേണ്ടി ഇവർ ആ ദിവസവും ഉപയോഗിക്കുന്നു. പക്ഷേ ഈ ആഴ്ചയുടെ തുടക്കം, എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ നാണയം മറിച്ചു വച്ചതുപോലെ നേരെ വിപരീതമായ ഗുണകരമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. കൂടുതൽ ത്വരതയോടുകൂടി, വേഗതയോടുകൂടി തങ്ങളുടെ കർമ്മരംഗത്ത് ശോഭിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. കൃത്യമായി തങ്ങൾക്ക് ചെയ്യാൻ അറിയാവുന്ന കാര്യങ്ങൾ ഏറ്റവും നന്നായി ഇവർക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നു തങ്ങളുടെ കർമ്മരംഗത്ത്. അതുകൊണ്ട് തന്നെ സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും ശ്രദ്ധ ഇവരിലേക്കാകുന്നു, അവരുടെ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങുന്നു. സാമ്പത്തികമായ പരാധീനത മൂലം കടബാധ്യതയിൽപ്പെട്ടിരുന്ന മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ആ അവസ്ഥയിൽ നിന്ന് കുറച്ചെങ്കിലും കരകയറാൻ സാധിക്കുന്നു. അപ്രതീക്ഷിതമായ ധനസഹായം ഇവരിലേക്ക് വരാം. തങ്ങൾക്ക് ധനം കിട്ടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ധനത്തിനു വേണ്ടി ഇവർ ചെയ്യുന്ന പുതിയ സംരംഭങ്ങളിൽ തുടക്കത്തിൽ അതിൻ്റെ സംരംഭ തുക എന്ന മട്ടിലുള്ള ചില പണശേഖരണത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നപ്പോൾ ആദ്യം എതിർത്തിരുന്നവർ അല്ലെങ്കിൽ ആദ്യം സഹായിക്കാതിരുന്നവർ ഇപ്പോൾ ഇവരെ സഹായിക്കുന്നതായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യ ദിവസത്തിന് ശേഷം ഒരുപക്ഷെ സമാന്തരമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഭാവിയിലുണ്ടാകുന്ന വിജയത്തെ ഓർത്താവണം ഇപ്പോൾ അവരൊക്കെ സഹായിക്കാൻ വരുന്നത്. ഇങ്ങനെ കാര്യം മാത്രം നോക്കി ലാഭക്കൊതി മാത്രം കൊണ്ട് വരുന്നവരെ മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ജാഗ്രതയോടുകൂടി വേണം സ്വീകരിക്കാനും ചെയ്യേണ്ടത് എന്ന കാര്യം കൂടി പറയുന്നു. എന്നാൽ രണ്ടു മനസ്സോടെയാണ് ഇത്തരക്കാർ വരുന്നത് എന്നും ചിന്തിക്കണം. എന്തായാലും ധനപരമായി ഇവർക്ക് ആദ്യമേ ഉണ്ടായിരുന്ന പരാധീനതയ്ക്ക് ഈ ആഴ്ചയിൽ മാറ്റം വരും, പ്രത്യേകിച്ച് ആദ്യ ദിവസത്തിന് ശേഷം. അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങളിൽ പുതിയ ചില ആശയ ആവിഷ്കാരങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. പുതിയ സാങ്കേതിക അതുപോലെ തന്നെ സഹകരണങ്ങൾ, സാങ്കേതിക ബൗദ്ധിക
സഹകരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ അപ്രതീക്ഷിതമായ ചിലവ് വരാം. എന്നാൽ അപ്പോഴും ഇവരെ സഹായിക്കുവാൻ ആളുകളുണ്ട് സാമ്പത്തികമായി എന്ന് കാണുന്നു. കൂടുതൽ മേഖലകളിലേക്ക് തങ്ങളുടെ പ്രവൃത്തികൾ വ്യാപിപ്പിക്കാനുള്ളൊരു ശ്രമം കാണുന്നു. അതിൻ്റെ ഭാഗമായുള്ള അധ്വാനവും അതിൻ്റെ ഫലമായി ആരോഗ്യ സംബന്ധമായ ചില ദോഷാവസ്ഥകളും ഇവർക്ക് നേരിടേണ്ടി വരുന്നതായി കാണുന്നുമുണ്ട്. പ്രത്യേകിച്ച് സൈനസൈറ്റിസോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ലങ്സ് സംബന്ധമായോ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളുള്ളവർ പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊള്ളണം. മകരക്കൂറിൽപ്പെട്ട സ്ത്രീകൾക്ക് യൂട്രസ് സംബന്ധമായും പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസം ഇവർക്ക് കൂടുതൽ ഗുണകരമാണ്. ഗുണകരം ധനപരമായ കാര്യത്തിലാണ്, എന്നാൽ ആരോഗ്യ സംബന്ധമായ കാര്യത്തിലല്ല എന്ന് കൂടി ഓർത്തുകൊള്ളണം. മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ ഗുണപരമായ ദിവസങ്ങളെന്ന് പറയുന്നത് 12-ാം തീയതി രാത്രി 7 മണി കഴിഞ്ഞ് 13, 14, 15, 16 രാത്രി 7:45 വരെയും ഭേദപ്പെട്ട ദിവസങ്ങളായി കാണുന്നു. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാം പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം തങ്ങളുടെ മാതാവിൻ്റെ വീട് എന്ന് പറയുമ്പോൾ ഇവർ ജനിച്ച തറവാട് വീട് ഭാഗം വയ്ക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇവർക്ക് ഗുണപരമായ കുറേ സ്ഥലങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നുവെന്ന് കാണുന്നു. കൃഷി, അതുപോലെ തന്നെ ബിസിനസ് പ്രവർത്തനങ്ങൾ, ഇതിനൊക്കെ വേണ്ടി ധനപരമായിട്ടൊരു അന്വേഷണത്തിന് ശ്രമിക്കുന്നവർക്ക് ഇപ്പോൾ ആ വിധത്തിൽ പണം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നു. അല്ലെങ്കിൽ ഏതാണോ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അവരുടെ പ്രവർത്തന രംഗം, ആ രംഗത്തു നിന്ന് ധനപരമായ ഒരു വരവ് ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ കാണുന്നുണ്ട്. തുടക്ക ദിവസങ്ങളിൽ വാഹനം ഉപയോഗിക്കുന്നത് അല്പം സൂക്ഷിക്കണമെന്ന് കാണുന്നു. പ്രത്യേകിച്ചും ഫാമിലി ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്, കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള യാത്രകൾ വളരെ ശ്രദ്ധിക്കണം. ജലം കൂടുതൽ നിൽക്കുന്ന സ്ഥലങ്ങൾ, ജലസാമീപ്യമുള്ള സ്ഥലങ്ങളും അതുപോലെ തന്നെ കയറ്റങ്ങളിലേക്ക് കയറുന്ന സ്ഥലങ്ങളിലുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. സാഹസിക യാത്രകൾ എന്ന് പൊതുവേ പറയുന്ന ഇത്തരം യാത്രകളിൽ വളരെ ശ്രദ്ധ വേണം. പറ്റുമെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ പോകാതിരിക്കുന്നതാണ് ബുദ്ധി. ആഴ്ചയുടെ രണ്ടാം പകുതി ഇവർക്ക് കുറച്ചുകൂടി ഗുണകരമാണ്. പ്രവർത്തനങ്ങളിൽ വിജയവും സാമ്പത്തിക നേട്ടവും കാണുന്നു. ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതും ആഴ്ചയുടെ രണ്ടാം പകുതിയിലാണ്. തങ്ങളുമായി ബന്ധപ്പെട്ട ശത്രുതയിലായിരുന്ന വ്യക്തികൾ, പ്രത്യേകിച്ച് ബിസിനസ് രംഗത്തോ ജോലിസ്ഥലത്തോ അഭിപ്രായ ഭിന്നത മൂലം മാറി നിന്നിരുന്ന വ്യക്തികൾ വീണ്ടും ഇവരോട് അടുക്കുന്നതായി കാണുന്നു. അതുപോലെ ദാമ്പത്യ ബന്ധങ്ങളിലുണ്ടാകുന്ന ചെറിയ ചില അകൽച്ചകളും സൗന്ദര്യപ്പിണക്കങ്ങളുമൊക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത്. സ്ത്രീകൾക്ക്, കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ഈ ഗർഭാശയ സംബന്ധമായി ഉണ്ടായിരിക്കുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ ഉദര സംബന്ധമായി ഉണ്ടായിരിക്കുന്ന അസുഖങ്ങൾക്കൊരു മാറ്റം വരുന്നു. പോസിറ്റീവായ അനുകൂലമായ മാറ്റം വരുന്നു. അതുപോലെ തന്നെ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ഉദര സംബന്ധിയായ ആധികൾക്ക് കുറവ് വരുന്നതായിട്ടാണ് കാണുന്നത്. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളുമെന്ന് കാണുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയോ വ്യാപാരമോ കരാർ വ്യവസ്ഥയിലുള്ള ജോലികളോ ഒക്കെ തരപ്പെടുന്നതായും കാണുന്നു. വിദേശത്തുള്ള കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ കൂടുതൽ ഗുണകരമാണ്. അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനും സാമ്പത്തികമായി നേട്ടമുണ്ടാകാനും സാധിക്കുന്നു. മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളുന്നു. വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുന്നു. ദമ്പതികൾക്ക് സന്തോഷപൂർണ്ണമായ ദിവസങ്ങളാകുന്നു. പ്രണേതാക്കൾക്കും ഗുണകരമായ ദിവസങ്ങളാകുന്നു. പൊതുവേ ഈ ആഴ്ചയിൽ കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് ആഴ്ചയുടെ രണ്ടാം പകുതിയാണ്. 14 സന്ധ്യ കഴിഞ്ഞ് 15, 16, 17, 18 ദിവസങ്ങൾ താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. വളരെ പൊടുന്നനവേ ഇവരുടെ പ്രവർത്തന രംഗത്ത് ആശയപരമായ ബുദ്ധിപരമായ ചില മാറ്റങ്ങൾ വരുത്തുന്നതായിട്ടാണ് കാണുന്നത്. ചില ചെറിയ പോരായ്മകൾ ഇത്തരം ആശയങ്ങളിൽ ഉണ്ടാകുമെങ്കിലും പൊതുവെ അതിന് ജനപ്രീതി ഉണ്ടാകുമെന്ന് കാണുന്നു. അതായത് കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവർ കർമ്മരംഗത്ത് പുതിയ ചില ആവിഷ്കാരങ്ങൾ വരുത്തുന്നത് പൊതുവെ ഒരു മാനദണ്ഡം എടുക്കുമ്പോൾ വിജയത്തിലാണ് വരുന്നത്. സൂക്ഷ്മ ഒരു ക്രിറ്റിസിസത്തിൽ അല്ലെങ്കിൽ വിമർശനത്തിൽ മാത്രമാണ് ചില പോരായ്മകൾ കാണുന്നത്. എന്നാൽ വിജയമാണ് പരമാവധി. അങ്ങനെയുള്ള വിജയം ഇവർക്ക് ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ തന്നെ ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഫലമായി മനസ്സിനുണ്ടാകുന്ന ഊർജ്ജസ്വലതയും സന്തോഷവുമൊക്കെ കൂടുതൽ തങ്ങളുടെ പ്രവർത്തന രംഗത്തേക്ക് വ്യാപരിപ്പിക്കാൻ ഇവരെ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രവർത്തന രംഗം കൂടുതൽ ഊർജ്ജസ്വലമാവുകയും ധനപരമായ നേട്ടം അതിൽ നിന്നുണ്ടാവുകയും ചെയ്യുന്നു. പൊതുവെ ഗുണകരമാണ് ഇവരുടെ കാര്യങ്ങൾ. ധനത്തിനു വേണ്ടി കൂടുതൽ ഉത്സാഹപൂർവ്വം തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പങ്കുകൊള്ളും ഈ ആഴ്ച എന്നാണ് കാണുന്നത്. ആഴ്ചയുടെ അവസാന ദിവസം ഇവർക്ക് ഇവരുടെ വലിയ ചില കടബാധ്യതകൾ പോലും പരിഹരിക്കാൻ തക്കവണ്ണമുള്ള ധനം വന്നു ചേരുമെന്ന് കാണുന്നു. എന്നാൽ ചിലർക്ക് പണം കൊടുക്കുന്നത് വഴി കടുത്ത ശത്രുത ഉണ്ടാവാനും സാധ്യതയുണ്ട്. ശത്രുത നിമിത്തം ഇവർക്ക് ചിലപ്പോൾ ഇവരുടെ
സത്പേരിന് ദോഷം വരത്തക്ക വിധത്തിലുള്ള ചില അപമാനങ്ങൾ ഏറ്റുവാങ്ങേണ്ടിയും വരുന്നതായി കാണുന്നു. ഉദര സംബന്ധമായ രോഗത്തിനും സാധ്യതയുണ്ട് ആഴ്ചയുടെ അവസാന ദിവസം. എന്നാൽ പൊതുവെ ധനപരമായ നേട്ടമാണ്, കടബാധ്യതയിൽ നിന്ന് മോചനം, അതുപോലെ മുടങ്ങിക്കിടന്നിരുന്ന ചില പ്രവർത്തനങ്ങൾ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള ആധികാരികമായ ചില അവസ്ഥകൾ ഉണ്ടാകുന്നു. അതിന് തക്കവണ്ണം സമ്പത്ത് മുടക്കാൻ ആളുകൾ വരികയും യോഗ്യരായ വിദഗ്ധരായ വ്യക്തികൾ അതിന് തക്കവണ്ണം സഹകരണം ഏറ്റെടുത്തുകൊണ്ട് വരികയും ഒക്കെ ചെയ്യുന്നതിനാൽ ഇവർക്ക് മുടങ്ങിക്കിടന്നിരുന്ന ചില പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ശത്രുക്കളും മിത്രങ്ങളും ഒരുപോലെ ഇവരോട് വരുന്നുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളാൽ ഉണ്ടായിരുന്ന ശത്രുതകൾ ആണ് കൂടുതലും. അതുകൊണ്ട് തന്നെ അത്തരക്കാരെ ഭയക്കുക എന്നതിലുപരി അത്തരക്കാരെ തന്ത്രപൂർവ്വം ഒഴിവാക്കി നിർത്തുക എന്നത് വേണം മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ടത്. പൊതുവേ ഈ ജന്മശനി ആയതുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങൾ വന്നാലും ദുരിതത്തിൻ്റെ ഒരു അടിയൊഴുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. അതുകൊണ്ട് വ്യാഴം 5-ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ഈശ്വരാധീനമുണ്ട്. വ്യാഴം ഈ കർക്കിടകത്തിൽ നിന്നുകൊണ്ട് മീനം രാശിയിലേക്ക് നോക്കുന്നതുകൊണ്ട് ജന്മശനിയുടെ ആഘാതത്തിന് കുറവ് വരുമെന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. എന്നാലും ജന്മശനിയാണ്. ചെറിയ തോതിലെങ്കിലും ആ അടിയൊഴുക്കുണ്ടാവാം. അത് മനസ്സിലാക്കി വേണം താളം ചവിട്ടി വെള്ളത്തിലായാലും നിൽക്കാൻ. അത് കൃത്യമായി മീനക്കൂറുകാരോട് പറയുന്നു. കുടുംബത്തിൽ എന്തായാലും പുതിയ ചില മാറ്റങ്ങൾ വരുന്നു. പുതിയ ഫർണിച്ചർ വാങ്ങാനും വാഹനം വാങ്ങാനും ബന്ധുമിത്രാദികൾക്ക് പണം കൊടുക്കുവാനോ അവരെ സന്തോഷിപ്പിക്കാനോ ഒക്കെ സാധിക്കുന്നു. പൊതുവെ ഒരു ഉല്ലാസവും എല്ലാവരോടും സഹകരണത്തോടുകൂടി പ്രവർത്തിക്കാനും അവർക്ക് സാധിക്കുന്നതായി കാണുന്നു. ഗുണകരമാണ്. കർമ്മരംഗത്ത് കൂടുതൽ ആശയാവിഷ്കാരങ്ങൾ വരുന്നത് കൊണ്ട് കൂടുതൽ ഇവർ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്നു തങ്ങളുടെ പ്രവർത്തന രംഗത്ത്. ത്വക്ക് സംബന്ധമായ അസുഖം ഇപ്പോഴും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉദരരോഗവും ഇവരെ പൂർണ്ണമായി വിട്ടുമാറിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം. ജന്മശനി ആയതുകൊണ്ട് ഏതെങ്കിലും ദുരിതം ആരോഗ്യ സംബന്ധമായ കാര്യത്തിലോ ധനപരമായ കാര്യത്തിലോ ബന്ധങ്ങളുടെ കാര്യത്തിലോ വരാം. അത് ശ്രദ്ധിച്ചു കൊള്ളണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 12-ാം തീയതി രാത്രി 7 മണി വരെയും ശേഷം 16 രാത്രി 7:45 കഴിഞ്ഞ് 17-18 നല്ല ദിവസങ്ങളാണ്. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. ശനിദോഷ പരിഹാരങ്ങൾക്ക് കലിയുഗത്തിൽ ജപം പരമപ്രധാനം. ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധിയോടുകൂടി ശാസ്താവിനോ അയ്യപ്പസ്വാമിക്കോ നവഗ്രഹങ്ങളിൽ ശനീശ്വരനോ പ്രത്യേക പൂജ നടത്തുക. അതായത് നീരാഞ്ജനം കഴിപ്പിക്കുക, കറുത്ത പട്ടുവസ്ത്രമോ കടുംനീല വസ്ത്രമോ സമർപ്പിക്കുക, കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക, തിരുവനായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. ദുരിതപ്പെടുന്നവരെ ചേർത്തു നിർത്താൻ ശ്രമിക്കുക. ഓം നമോ നാരായണായ എന്ന് വ്യാഴദോഷത്തിന് പരിഹാരമായി ജപിക്കുക. വ്യാഴാഴ്ച ദിവസം വിഷ്ണു സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക, വ്രതശുദ്ധി പാലിക്കുക, മഞ്ഞപ്പട്ട് സമർപ്പിക്കുക, നെയ്വിളക്ക് കത്തിക്കുക, പാൽപ്പായസം നൈവേദ്യം ചെയ്യുക. ഓം നാഗായ നമ എന്ന് ജപിക്കുക. നാഗദോഷ പരിഹാരങ്ങൾക്ക് നാഗങ്ങൾക്ക് 100 പാലും സമർപ്പിക്കുക. ഓം ഗം ഗണപതയെ നമ എന്ന കേതുദോഷ പരിഹാരത്തിന് ജപിക്കാം. ഗണപതിക്ക് കർഗമാല അർപ്പിക്കാം, നാളികേരം ഉടയ്ക്കാം, ഉണ്ണിയപ്പം നിവേദ്യം ചെയ്യാം. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ആഴ്ചയും നന്ദി, നമസ്കാരം.